ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കറിയാം GK പാറ്റേൺ പരീക്ഷകളിൽ മാറി മാറി വരികയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് പുതിയ പാറ്റേണിൽ SSCയുടെയും RRBയുടെയും പുതിയ പാറ്റേണിൽ എങ്ങനെയാണ് GK അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. അതിൽ ഹിസ്റ്ററി എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിരുന്ന വീഡിയോ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പൊളിറ്റി അപ്രോച്ച് ചെയ്യാം, ഇന്ത്യൻ പൊളിറ്റി നമ്മൾ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്ററി പഠിപ്പിച്ചപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിലവൻ്റ് ആണോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിലവൻ്റ് ആണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിലവൻ്റ് ആണ്. ഹിസ്റ്ററി ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. UPSC നടത്തുന്ന പല പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, അതാണല്ലോ നമ്മൾ ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോടെ തന്നെ ഞാൻ സോൾവ് ചെയ്തതാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ പ്രാധാന്യത്തിന് യാതൊരു കുറവില്ല. ആ ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്ത്, സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്ത് നമുക്കൊരു മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം രൂപേണ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ, ഈ ഒരു 30 മിനിറ്റ് താഴെയുള്ള സെഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, സെഷനിൽ പൊളിറ്റിയുടെ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ UPSC നടത്തുന്ന പല പല പരീക്ഷകളിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, SSC ആകട്ടെ RRB ആകട്ടെ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19. നമുക്കറിയാം ആർട്ടിക്കിൾ 19 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ ഫ്രീഡത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലേ? ഈ ആർട്ടിക്കിൾ 19 കീഴിൽ പറയുന്ന, കൃത്യമായിട്ട് പറഞ്ഞാൽ ക്ലോസ് 1 കീഴിൽ പറയുന്ന പല പല അവകാശങ്ങളുണ്ട്. ABCD എന്ന് പറഞ്ഞാൽ നമ്മുടെ പല പല അവകാശങ്ങളുണ്ട്. അതിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ആർട്ടിക്കിൾ 19 സംബന്ധിച്ച് ചോദ്യമാണ്. ഒന്ന് വായിച്ചിട്ട് ഉത്തരം പറഞ്ഞേ. 2 സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചേ. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാകുമ്പോൾ എപ്പോഴും ആദ്യം നിങ്ങൾ അത് നോക്കണം, കറക്റ്റ് എന്നാണോ ഇൻകറക്റ്റ് എന്നാണോ ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ ഇത് രണ്ടും വായിച്ചിട്ട് ഇത് ഇൻകറക്റ്റ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആണെന്നൊരു ഉത്തരത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അത്രയും എഫോർട്ട് ഇടും, പക്ഷെ നമ്മൾ തെറ്റിക്കും. വായിച്ചേ, സ്റ്റേറ്റ്മെൻറ്റ് 1 വായിച്ചേ. ഫ്രീഡംസ് അണ്ടർ ദിസ് ആർട്ടിക്കിൾ ആർ നോട്ട് അബ്സല്യൂട്ട്. അതായത് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാലഘട്ടത്തിലും ഒരു ലിമിറ്റും വയ്ക്കാൻ കഴിയില്ല, ഒരു കാര്യത്തിലും ഒരു ലിമിറ്റേഷൻ വയ്ക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19 കീഴിൽ നമുക്കറിയാം ഒരു അവകാശമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. 150 കോടി ജനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ പല രീതിയിൽ സംസാരിക്കുന്ന പല ആളുകൾ, അല്ലേ? ബഹുജനം പലവിധം. ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ അവകാശമാണെന്ന് പറയാൻ ഒരു റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെപ്പറ്റി തോന്നുന്ന കാര്യങ്ങൾ പറയും. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരാളുടെ അവകാശം മറ്റൊരാളുടെ അവകാശത്തിനെ ബാധിക്കും. അപ്പോൾ ലോജിക്കലി നിങ്ങൾ ചിന്തിക്കുക, ഈ സാധനം അബ്സല്യൂട്ട് ആവാൻ പറ്റുമോ? ഇല്ല, ദേ ആർ നോട്ട് അബ്സല്യൂട്ട്. കാരണം എന്താ, അതിന് പുറത്ത് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻസ് ക്യാൻ ബി ഇമ്പോസ്ഡ് ഓൺ ദ എക്സസൈസ് ഓഫ് ഫ്രീഡംസ് അണ്ടർ ദിസ് ആർട്ടിക്കിൾ. അതായത് ആർട്ടിക്കിൾ 19 ആ തന്നിട്ടുള്ള വാക്കുകൾ ജസ്റ്റ് എടുത്തിട്ടായി ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസ്? ഒന്നുമില്ല, നമ്മുടെ പുറത്തുള്ള ലിമിറ്റേഷൻസ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻ്റർനാഷണൽ വിഷയത്തിൽ ഇന്ത്യയും ഇന്ത്യയുടെ ഫ്രണ്ട്ലി രാജ്യത്തെയും തമ്മിൽ മോശമായിട്ട് ഹനിക്കുന്ന രീതിയിലൊരു വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിനെ സഹായിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വ്ലോഗ് എടുത്ത് ഞാൻ ഇടുകയാണ്. നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് വായിച്ചിട്ടുണ്ടാകും, ചില വ്ലോഗേഴ്സ്, ഇന്ത്യക്കകത്തുള്ള വ്ലോഗേഴ്സ് പാകിസ്ഥാനെ സഹായിക്കുന്ന തരത്തിൽ വീഡിയോ എടുത്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അത് മറ്റൊരു ഉദാഹരണമാണ്. മൂന്നാമത്തെന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ അവകാശം മറ്റൊരു വ്യക്തിയുടെ അവകാശത്തിന് ബാധിക്കുക. അതായത് നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള വ്യക്തികളുടെ അവകാശങ്ങളെ ബാധിക്കരുത്. അങ്ങനെ പല പല റെസ്ട്രിക്ഷൻസ് നമുക്ക് എന്തിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഉത്തരം നമുക്കറിയാം, സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. കാരണം ഇത് അബ്സല്യൂട്ട് അല്ല. അതിനർത്ഥം എന്താണ്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം സ്വാഭാവികമായിട്ടും ബോത്ത് 1 and 2 ആണ്. ഇൻകറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ D, നെയ്തർ 1 nor 2 ആവട്ടോ. അടുത്തത് വായിച്ചേ. ഇത് UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ CGLൻ്റെ CBT 2 അതിനൊരു ചോദ്യം ചോദിച്ചു. എന്താണ്? ഷെഡ്യൂളുകളെ പറ്റി. ഷെഡ്യൂൾസ് നമ്മൾ എത്രയോ തവണ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾസ്, അല്ലേ? ഒരു 1ാമത്തെ ഷെഡ്യൂൾ തൊട്ട് 12ാമത്തെ ഷെഡ്യൂൾ വരെ നമ്മളൊരു മിനിമം 10 തവണയെങ്കിലും നമ്മുടെ മാരത്തോണുകളിലും ലൈവുകളിലും അത് ജസ്റ്റ് ഒരു കോഡ് ഉപയോഗിച്ച് സർഫസ് ലെവലിൽ പറയാത്ത ആഴത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ CGLലെ CBT 2 ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പരീക്ഷകൾ, അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ അതിലാണ് വരണ്ടേ. അതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതുന്ന ഏതൊരു പരീക്ഷയ്ക്കും നമുക്ക് ചോദിച്ചൂടെ, അല്ലേ? അപ്പോൾ UPSCക്ക് ചോദിച്ച ചോദ്യം വായിച്ചേ. ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ഡിഫെക്ഷൻ. പൊളിറ്റിക്കൽ ഡിഫെക്ഷൻ എന്താണ്?
കൂറുമാറ്റം. രാഷ്ട്രീയക്കാർ കൂറുമാറാറില്ലേ? അതായത് നിങ്ങളൊരു പാർട്ടിയിൽ നിന്ന് ജയിച്ചിട്ട് നിങ്ങൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക. അതാണ് ഏറ്റവും സിംപ്ലി നമുക്ക് കൂറുമാറ്റത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഷെഡ്യൂളുകളെ പറ്റി പഠിച്ചിട്ടപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9th ഷെഡ്യൂൾ, 10th ഷെഡ്യൂൾ. എന്താ ഈ 9 മുതൽ പറയാൻ കാരണം ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നപ്പോൾ അതിൽ 8 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്നത് 12 ഷെഡ്യൂളായി. അപ്പോൾ 9, 10, 11, 12 ഒക്കെ പിന്നിൽ ആഡ് ചെയ്തതാണ്. ഈ 4 നല്ല റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ളത്. കാരണം ഈ 4 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു ഷെഡ്യൂളാണ് 10th ഷെഡ്യൂൾ. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊണൗൺസിയേഷൻ വെച്ചിട്ട് ഹെൻ എന്ന് ഓർത്തിരിക്കും. 10 ഹെൻ. അപ്പോൾ അറിയാവുന്നവർ പറയണം 9, 10, 11, 12 ഏതെല്ലാം അമെൻമെൻറ്റ് വഴിയാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ചേർക്കപ്പെട്ടതെന്ന് പറയണം. 10 ഹെൻ. ഈ കോഴി എങ്ങനെയാണ്? കോഴി ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും, ആ വീട്ടിലെ കോഴി ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോകും, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, അവസാനം തിരിച്ച് ചിലപ്പോൾ ഈ വീട്ടിലെ കോഴിക്കൂട്ടിൽ വന്ന് കയറും. അപ്പോൾ ചില രാഷ്ട്രീയക്കാർ കോഴികളെ പോലെയാണ്. കൂറുമാറ്റത്തിൻ്റെ കേസിലാണ് പറയുന്നത്. എന്താ ചെയ്യുന്നത്? ഈ പാർട്ടിയിൽ നിന്ന് ജയിച്ചാൽ അങ്ങോട്ട് പോകാം, പിന്നെ ഇങ്ങോട്ട് പോകാം. അങ്ങനെയുള്ള ആളുകളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതാണ് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് 10th ഷെഡ്യൂളിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആൻറ്റി ഡിഫെക്ഷൻ ലോ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ 10th ഷെഡ്യൂളിൽ പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യം ഡയറക്റ്റായിട്ട് ചോദിച്ചു. അടുത്തത് ഒരു മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. എഗെയിൻ ഈ സാധനമൊക്കെ കാണുമ്പോൾ തന്നെ ചില ആളുകളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം സ്കിപ്പ് ചെയ്തത്? ചോദ്യത്തിൻ്റെ വലിപ്പം കാണുമ്പോഴത്തേക്ക് ഒരു പേടി വരും. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ചില ആളുകൾ ഭയങ്കര വലിപ്പമുള്ളവരായിരിക്കും, പക്ഷേ ശുദ്ധന്മാരായിരിക്കും, ഉപദ്രവകാരികളായിരിക്കില്ല, കാണാനൊക്കെ ഗടാഗടിയന്മാരായിരിക്കും. അതുപോലെ നിങ്ങൾ നോക്കിയാൽ മതി. വായിക്കാതെ ഈ ബുക്കിൻ്റെ കവർ വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നവരില്ലേ, ആ ഏർപ്പാടിൽ നിൽക്കരുത് കേട്ടോ. ഇന്ത്യക്കകത്ത് ന്യൂനപക്ഷങ്ങളെ പറ്റിയാണ് ചോദ്യം. നിങ്ങൾ നാഷണലി ദേശീയ തലത്തിൽ നിങ്ങളൊരു മൈനോറിറ്റി ആയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്നാണ്. വായിച്ചിട്ട് ഉത്തരം പറഞ്ഞ്. നമുക്കറിയാം ഇന്ത്യക്കകത്ത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഉണ്ട്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഈ കമ്മീഷൻ പ്രകാരം ഇന്ത്യയിൽ എത്ര കമ്മ്യൂണിറ്റീസാണ് മൈനോറിറ്റീസ് ആയിട്ടുള്ളത്? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം ഇസ്ലാം മതം അല്ലേ, മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മൈനോറിറ്റിയാണ്. ഇന്ത്യൻ ക്രിസ്ത്യൻസ്, സിഖ് മതത്തിൽപ്പെട്ടവർ, പാർസികൾ, ജൈനമതം, ബുദ്ധമതം, ഇങ്ങനെ 6 പേരാണുള്ളത്. 5 പേരാണ് ഉണ്ടായിരുന്നത്. 6ാമതായിട്ട് ജൈനമതത്തിന് 2014 ആഡ് ചെയ്യുന്നു. ഇവരുടെ ബെനിഫിറ്റുകൾ നിങ്ങളൊന്ന് വായിച്ചേ. 1, ഇറ്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എക്സ്ക്ലൂസീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇന്ത്യക്കകത്ത് മൈനോറിറ്റീസിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ പറ്റുമോ? അതിനുള്ള അവകാശം അവർക്കുണ്ടോ? സുഹൃത്തെ, നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പഠിച്ചിട്ടുള്ള സാധനം അത്രയേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30 വായിച്ചേ. എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. അതായത് നിങ്ങളൊരു ന്യൂനപക്ഷമാണെങ്കിൽ, റിലീജിയസ് മതന്യൂനപക്ഷം അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഭാഷാ ന്യൂനപക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയും ലിപിയും പ്രൊട്ടക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലേ. ആ സാധനത്തിനെ പറ്റിയല്ലേ ചോദിച്ചിട്ടുള്ളേ. അപ്പോൾ 1 കിട്ടി. 2ാമത്തേത് വെച്ച് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓട്ടോമാറ്റിക്കലി നോമിനേറ്റ്സ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കമ്മ്യൂണിറ്റി ടു ദ ലോക്സഭ. പ്രസിഡൻറ്റും നോമിനേഷനും നമുക്കറിയാം. പ്രസിഡൻറ്റും ഉണ്ട്, നോമിനേഷനും ഉണ്ട്. പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന കേസ് നമുക്കറിയാം. 245 അംഗങ്ങളിൽ 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുകയാണ്. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് ഏത് രാജ്യത്ത് നിന്നും അഡോപ്റ്റ് ചെയ്ത ഫീച്ചറാണ്? ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഉത്തരം പറയണേ. പ്രസിഡന്റ് ലോകസഭയിലേക്കും അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ലോക്സഭ എന്ന് പറയുന്നത് 18ാമത് ലോക്സഭയാണ്. ഈ 18ാമത് ലോക്സഭയിൽ നമുക്ക് 543 അംഗങ്ങളുള്ളത്. 2 പേരും കൂടെ ഉണ്ടായിരുന്നു. 545 ആയിരുന്നു. ഇതിന് മുമ്പത്തെ ലോക്സഭകൾ നോക്കുമ്പോൾ നമുക്ക് 545 എന്ന് കാണാൻ സാധിക്കും. അത് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സാണ്. ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിന് കൃത്യമായ രീതിയിൽ റെപ്രസെൻറ്റേഷൻ കിട്ടാത്തതുകൊണ്ട് പ്രസിഡന്റ് 2 പേരെ നോമിനേറ്റ് ചെയ്യുന്നു. എന്നാൽ ആ പ്രാക്ടീസ് നിർത്തലാക്കുന്നു ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഏതാണെന്ന് പറയുക. അതല്ലാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലേക്കോ രാജ്യസഭയിലേക്കോ ഒരിക്കൽ പോലും ഒരാളെ നോമിനേറ്റ് ചെയ്തിട്ടില്ല മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക. രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നില്ലേ? അതിൽ റിലീജിയൻ, കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, ലാംഗ്വേജ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഉണ്ടോ നിങ്ങൾ നോക്കുക. ക്രൈറ്റീരിയ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഇതും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്, ഈ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് തെറ്റാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. അപ്പോൾ 2 ഇല്ല എന്ന് നമുക്കറിയാം. 2 ഉള്ള ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിൽ എപ്പോഴും ഓപ്ഷൻ എലിമിനേഷൻ നടത്തുക. 3, ഇറ്റ് ക്യാൻ ഡിറൈവ് ബെനിഫിറ്റ്സ് ഫ്രം ദ പ്രൈം മിനിസ്റ്റേഴ്സ് 15 പോയിൻറ്റ് പ്രോഗ്രാം. പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം, ഓക്കെ, അതാണ് 15 പോയിൻറ്റ് പ്രോഗ്രാം.
ഇത് എന്താണ് സാധനമെന്ന് ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ് സ്കീമുകളിലും പോളിസികളിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരം കിട്ടും. ഈ 15 പോയിൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ, ഓക്കെ, അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഇത് ഏത് വർഷം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് ഏത് പ്രധാനമന്ത്രിയാണ് ലോഞ്ച് ചെയ്തത്? ഇത് ഇന്ത്യയിലെ മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. എക്കണോമിക്കലി, എഡ്യൂക്കേഷനിലൊക്കെ അവരെ സ്റ്റേബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ 15 പോയിൻറ്റ് പ്രോഗ്രാമിനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു ന്യൂനപക്ഷമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിക്കും? ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ 1ഉം 3ഉമാണ് നമ്മുടെ ഉത്തരം. 1 and 3 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഈ ചോദ്യം എന്ന് പറയുന്നത് പല പല സൈഡിൽ നിന്നും എടുത്ത് ലിങ്ക് ചെയ്യുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്, ഇതിൽ നമ്മുടെ ലോജിക്കിന് വിപരീതമായിട്ടുള്ളൊരു സാധനമുണ്ട്, ഇതിൽ ഒരു ഗവൺമെൻറ് സ്കീമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റിൽ 3ഉം അടിപൊളിയാണ് എന്നല്ല ഞാൻ പറയുന്നത്, 3ഉം നമ്മളെ ചിന്തിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കണക്ട് ചെയ്ത് ചോദിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ ഹിസ്റ്ററിയിൽ ഞാൻ പറഞ്ഞില്ലേ, മഹാജനപദങ്ങളെയും അതിലൂടെ ഒഴുകുന്ന നദികളെയും, അതായത് ഹിസ്റ്ററിയെ ജോഗ്രഫിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. സോ ഇന്ത്യൻ പോളിറ്റിയിലേക്ക് ഒരു ഗവൺമെൻറ് സ്കീം കൂടെ കൊണ്ടുവന്നിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രമാത്രം മാറ്റങ്ങളെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നുള്ളൂ. എക്സിസ്റ്റിംഗ് സാധനങ്ങളെ കുറച്ചുകൂടെ നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യിപ്പിക്കുക, അത്രേ വരുന്നുള്ളൂ കേട്ടോ. അത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, അതോർത്ത് നിങ്ങൾ വറീഡ് ആവണ്ട. അടുത്ത് വായിച്ചേ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ 73rd അമെൻമെൻറ്റ് ആക്ട്. ഏതൊരാൾക്കും അറിയാവുന്ന സാധനമാണ്. നമ്മുടെ തന്നെ സൈലം SSC-RRBയുടെ യൂട്യൂബ് ചാനലിൽ ഇന്ത്യയിൽ നിലവിൽ നമുക്കറിയാം 106 ഭരണഘടനാ ഭേദഗതികൾ വന്നിട്ടുണ്ട്. ഈ 106 നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ഒരു 50-60 ഇഷ്ടസ്ഥാനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു 2 മണിക്കൂറുള്ള വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് സൈലം SSC-RRBയുടെ യൂട്യൂബ് ചാനൽ. ഒന്ന് കണ്ടു നോക്കുക, അത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. 73rd 74th ആരും മറക്കില്ല. ഈ അടുത്ത് കേരളത്തിൽ ഇലക്ഷൻ നടന്നപ്പോൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ നടന്നപ്പോൾ ഒരുപാട് ചർച്ചയിൽ വന്ന സാധനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികൾ. 1992 നിലയിൽ വന്ന 73, 74 ഭരണഘടനാ ഭേദഗതി. 92 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്രീ നരസിംഹറാവു ആണ് അപ്പോഴത്തെ പ്രധാനമന്ത്രി. 73 എന്തിനെ സംബന്ധിച്ചിട്ടാണ്? റൂറൽ ഏരിയയിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം. 74 അത് അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി സിസ്റ്റം. അപ്പോൾ ഓപ്ഷൻസ് വായിച്ച് ആൻ ഇലാബറേറ്റ് സിസ്റ്റം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് മുനിസിപ്പൽ സെൽഫ് ഗവൺമെൻറ്. മുനിസിപ്പാലിറ്റീസ് 74ലേക്ക് പോകും. ഇലാബറേറ്റ് സിസ്റ്റം ഫോർ എസ്റ്റാബ്ലിഷിംഗ് പഞ്ചായത്തി രാജ്, അതാണ് 73. അപ്പോൾ 74 ആണെങ്കിൽ ഉത്തരം മാറി. ഓപ്ഷൻ സി വായിച്ചേ, എസ്റ്റാബ്ലിഷിംഗ് എ കമ്മീഷൻ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, അത് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സ്ഥലത്ത് കമ്മീഷണർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എന്നാൽ അത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിരുന്നില്ല, പിൽക്കാലത്ത് ആഡ് ചെയ്തതാണ്. അത് ഏത് ആർട്ടിക്കിൾ ആണെന്നും അത് ഏത് അമെൻമെൻ്റ് ആണെന്നുള്ളത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അറിയാമെങ്കിൽ എന്ന് പറയണം. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷണർ ഉണ്ട്. ഓക്കെ, ഏത് ആർട്ടിക്കിൾ ഏത് അമെൻമെൻറ്റ് വഴി ആഡ് ചെയ്തു. ഓപ്ഷൻ ഡി വായിച്ചേ, ദ ക്രിയേഷൻ ഓഫ് ദ ജാർഖണ്ഡ് സ്റ്റേറ്റ്. ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം എപ്പോഴാണ് ഉണ്ടായത്? ഓർമ്മയുണ്ടോ? ജാർഖണ്ഡ് ഉണ്ടാകുന്നത് ബീഹാറിൽ നിന്നുമാണ്. ഏത് വർഷമെന്ന് അറിയാവുന്നവർ പറയണേ. ഓക്കെ, ഇതേ സമയത്താണ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശിൽ നിന്നുണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ ഉണ്ടായ സംസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം തെലങ്കാനയാണ്. തെലങ്കാന ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ റീഓർഗനൈസേഷൻ നടക്കുന്നത് 2019. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തെലങ്കാന ഉണ്ടായത് ഒരു ഭരണഘടനാ ഭേദഗതി വഴിയാണോ? 2014 തെലങ്കാന ഉണ്ടാകുന്നത്. ഒരു ഭരണഘടനാ ഭേദഗതി വഴിയാണോ എന്ന് നിങ്ങൾ പറയുക. ജാർഖണ്ഡ് ഉണ്ടാകാൻ ഒരു ഭരണഘടനാ ഭേദഗതി വേണോ? നാളെ ഉത്തർപ്രദേശിനെ വിഭജിച്ച് പൂർവാഞ്ചൽ എന്ന് പറയുന്ന പുതിയൊരു സംസ്ഥാനം കൊണ്ടുവന്നാൽ അതിന് ഒരു ഭരണഘടനാ ഭേദഗതി വേണോ? ആർട്ടിക്കിൾ 1 to 4 നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നില്ലേ? ഇന്ത്യ, അതിൻ്റെ യൂണിയൻ, അതിൻ്റെ ഭൂപ്രദേശങ്ങൾ നമ്മൾ പഠിക്കുന്നില്ലേ? അതിൽ നമ്മൾ 2ഉം 3ഉം പറയുന്നുണ്ട്, അതിൽ നമ്മൾ 4ഉം പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടും ഈ ഒരു സാധനം. UPSCയുടെ ചോദ്യത്തിൻ്റെ കാര്യം മനസ്സിലായോ? 4 ഓപ്ഷൻസും നല്ല റിലവൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസാണ്. ഓക്കെ, നിങ്ങൾ ചോദ്യം ഡിഫിക്കൽട്ട് ആകുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും ഈ ഒരു ഓപ്ഷൻസിലെ ബ്യൂട്ടിയാണ് കേട്ടോ. ഇതിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആവശ്യമുണ്ടോ എന്ന് പറയണേ, പുതിയൊരു സംസ്ഥാനം ഉണ്ടാകാൻ. ഓക്കെ, അടുത്ത് വായിച്ചേ. വീണ്ടും പേടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്.
കാരണം എന്താ? വലിപ്പ കൂടുതൽ. ഇന്ത്യയുടെ പാർലമെൻറ്റിനെ പറ്റിയാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിനെ പറ്റി നമ്മൾ ഇൻഡെപ്തായിട്ട് പഠിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെവലിൽ ചില സ്ഥലങ്ങളിൽ സംസ്ഥാന നിയമസഭകളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. 6 സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്, നിയമസമിതികളാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇതിലെ പാർലമെൻറ്റിനെ പറ്റിയാണ് ചോദ്യം. ഓക്കെ, ഉത്തരം അറിയാവുന്നവർ നോക്ക്. താഴെ നിന്ന് മുകളിലേക്ക് പോകും. ഓപ്ഷൻ ഡി, ദ മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ഓൾസോ വോട്ട് ഇൻ ദ ഇലക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ. എങ്ങനെയാണ് രാജ്യസഭാ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്? നമുക്കറിയാം, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ വരും. കാരണം എന്താണെന്നറിയോ? ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് യൂഷ്വലി 5 വർഷം കഴിയുമ്പോഴാണ്, 5 വർഷം കൂടുമ്പോഴാണ്. രാജ്യസഭയിലേക്ക് ഓരോ 2 വർഷവും തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഓരോ 2 വർഷവും. രാജ്യസഭാ എം പിമാരുടെ കാലാവധി നമുക്കറിയില്ലേ, 6 വർഷമാണ്. 2, 3, LCM 6 അങ്ങനെ ഓർത്താൽ മതി. ചെറിയ മാക്സിമം കൂത്തിക്കയറ്റാം. അതായത് 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുന്തോറും തിരഞ്ഞെടുക്കപ്പെടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ, പത്രങ്ങളിലൊക്കെ നമ്മൾ രാജ്യസഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്നത്. രാജ്യസഭാ എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് 245-ൽ 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുമ്പോൾ 233 പേരെ തിരഞ്ഞെടുക്കുന്നത് MLA-മാരാണെന്ന് നമുക്കറിയാം, അല്ലാതെ എം പിമാരല്ല. അപ്പോൾ ഓപ്ഷൻ ഡി തെറ്റാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ഏതാണെന്ന്. ഓപ്ഷൻ ഡി തെറ്റാണ്. ഓപ്ഷൻ സി വായിച്ചേ. ദ ലോക്സഭ കനോട്ട് ബി ഡിസോൾവ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് 5-year term. 5 വർഷ കാലാവധിക്ക് മുന്നേ ലോക്സഭ പിരിച്ചുവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി എന്താണ് ചെയ്തത്? 1960കളുടെ അവസാനം, 1970കളുടെ തുടക്കം, അവർക്ക് ഈ ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൃത്യമായൊരു മാൻഡേറ്റ് കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പിരിച്ചുവിട്ടെ? നമ്മൾ ലോക്സഭയെ പറ്റി പഠിക്കുന്നില്ലേ? ലോക്സഭയുടെ കാലാവധി പറയുന്നില്ലേ? എത്രയോ ലോകസഭകൾ 5 വർഷം തികയ്ക്കുന്നതിന് മുന്നേ പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട്. വേറെ ഏതെങ്കിലും അറിയാമെങ്കിൽ പറയണം. ഓക്കെ, ഏത് ലോകസഭയാണ് 5 വർഷം തികയുന്നതിന് മുന്നേ പിരിച്ചുവിട്ടതെന്ന് പറയണം. സ്വാഭാവികമായിട്ടും ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ബി വായിച്ചേ. The deputy chairperson of Rajya Sabha is nominated by the president from the members of Rajya Sabha. നമുക്കറിയാം, ലോകസഭയ്ക്ക് സ്പീക്കർ ഉണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. ഇപ്പോഴത്തെ കേസിൽ വേക്കൻ്റ് ആണ്. രാജ്യസഭയ്ക്ക് ചെയർപേഴ്സൺ ഉണ്ട്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉണ്ട്. ആരാണ് ഈ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ? അതിനാദ്യം ആരാ ചെയർപേഴ്സൺ എന്ന് പറയണം. സുഹൃത്തെ, ആരാ രാജ്യസഭയുടെ ചെയർപേഴ്സൺ? ഒരു വ്യക്തി ആ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആകില്ലേ? ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്താ നമ്മൾ പറയുന്നത്? എക്സ് ഒഫീഷ്യോ. വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട്, ഉപരാഷ്ട്രപതി ആയതുകൊണ്ട് ഹി ഓർ ഷീ വിൽ ബിക്കം ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ ചെയർപേഴ്സൺ ഓഫ് രാജ്യസഭ എന്നാണ്. അപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയല്ല. അതായത് രാജ്യസഭയിലെ അംഗങ്ങളല്ല തിരഞ്ഞെടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ലോക്സഭ അംഗങ്ങളും രാജ്യസഭ അംഗങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആരാണെന്ന് പറയുക. ഞാൻ ഇപ്പോഴത്തെ രാജ്യസഭ എന്നാണ് ചോദിക്കുന്നത്. ലോക്സഭയുടെ കേസിൽ ഞാൻ 18ാമത് ലോക്സഭ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞ്, ഞാൻ എന്തുകൊണ്ടാണ് 18ാമത്തെ, 17ാമത്തെ അല്ലെങ്കിൽ 20ാമത്തെ രാജ്യസഭ എന്ന് പറയാത്തത്? അതിൻ്റെ ഉദാഹരണം പറയണേ. ആ രാജ്യസഭയുടെ ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണെ സ്വാഭാവികമായിട്ടും അതിലെ അംഗങ്ങൾ രാജ്യസഭാ മെമ്പേഴ്സാണ് തിരഞ്ഞെടുക്കുന്നത്. നോമിനേഷൻ എന്ന് പറയുന്ന ഏർപ്പാട് അവിടെ വരുന്നില്ല. ആ അംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ എയിലേക്ക് നമുക്ക് വരാം. എ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആർ ഇലക്റ്റഡ് ബൈ എ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റിപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഒരു വെറൈറ്റി ഇലക്ഷനാണ് ഇന്ത്യയുടെ പ്രസിഡന്റിൻ്റെ കേസിൽ നടക്കുന്ന ഇലക്ഷൻ, വൈസ് പ്രസിഡന്റിൻ്റെ കേസിലൊക്കെ നടക്കുന്ന ഇലക്ഷൻ. എന്താണിത്? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ആനുപാതിക പ്രാതിനിധ്യം എന്ന് മലയാളത്തിൽ പറയും. ഓരോ പാർട്ടിക്കും അവരവരുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് രാജ്യസഭയിലേക്ക് അംഗങ്ങളെത്തും. ഈ തുക്കട പാർട്ടികൾക്ക് രാജ്യസഭയിലേക്ക് അംഗങ്ങളെത്താൻ കാരണം എന്താണെന്നറിയോ? ആ പാർട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ കുറച്ച് MLA-മാരുണ്ടാവും. അങ്ങനെയാണ് അവർക്ക് രാജ്യസഭയിലേക്ക് അംഗങ്ങളെത്തിക്കാൻ സാധിക്കുന്നത്. അതെങ്ങനെയാണ്? അത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റമാണ്. ആ മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഞാൻ പിന്നീട് ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണ് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം? അതിനകത്ത് വോട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാം. നമുക്ക് പ്രിഫറൻസ് വയ്ക്കാം, 1, 2, 3 എന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് കൊടുത്ത ആൾ 1, 2, 3യിൽ 3ാമത്തെ ആൾ ജയിച്ചില്ല എന്നിരിക്കട്ടെ. ഓക്കെ, ആ ചങ്ങായുടെ പേര് എലിമിനേറ്റ് ചെയ്യപ്പെടും. ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞാൽ അയാളുടെ വോട്ട് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്നത്. സാധാ വോട്ടിങ്ങിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാണ് നിങ്ങൾ നോക്കി. സാധാ വോട്ടിൽ നിങ്ങൾ ആകെ മൊത്തം 1000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു, ഒന്നും അസാധുവായില്ല നിൽക്കട്ടെ. ഒരാൾക്ക് 499 കിട്ടി, ഒരാൾക്ക് 501 കിട്ടി. 501 കിട്ടിയ ആൾ ജയിക്കുക, 499 കിട്ടിയ ആൾ തോൽക്കുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വരുന്നില്ല. ആ സാധനമാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഈ സാധനം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ രാജ്യസഭയുടെ കേസിലേക്ക് വരുമ്പോൾ 233 പേരും ഈ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. 12 പേര് മാത്രമാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ പഠിച്ചില്ലേ? അടുത്ത് വായിച്ചേ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എത്രയോ തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ
സൈലം SSCRRBയുടെ യൂട്യൂബ് ചാനൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും 100% അഷുറൻസ് തരാറില്ല, പക്ഷേ ചില കാര്യങ്ങൾക്ക് കൊടുക്കും. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ വീഡിയോ കൃത്യമായിട്ട് കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഏത് ലെവലിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും 100ൽ 100 ഉത്തരം, 100ൽ 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ഓൾറെഡി കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കാണാത്തവരൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഒരു 30 മിനിറ്റ് താഴെ ഉള്ളൂ. അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ ഔട്ട്കം കേട്ടോ. ആ ഒരു അഷുറൻസ് ഞാൻ തരാം. വായിച്ചേ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒറിജിനലി ഇല്ലാത്ത പാർട്ട് 4നെ അമെൻഡ് ചെയ്ത് പാർട്ട് 4 ആക്കി കയറ്റിയ ആർട്ടിക്കിൾ 51 ശേഷം 51A എഴുതി ചേർത്ത ഇന്ത്യൻ ഭരണഘടന 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അവരുടെ കാലഘട്ടത്തിൽ ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്നു. ആ കമ്മിറ്റിയാണ് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരാൻ, മൗലിക കടമകൾ കർത്തവ്യങ്ങൾ കൊണ്ടുവരാൻ. ആ കമ്മിറ്റിയുടെ പേര് പറയുക. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പിന്നെ പറയുന്നതെന്നാണോ പറയാത്തതെന്നാണോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലെയ്ഡ് ഡൗൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയിൽ പരാമർശിക്കുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ ആർട്ടിക്കിൾ 51A. അതിന് കീഴിൽ നമുക്ക് ABCDEFGHIJK അങ്ങനെ നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട്. മൗലിക കർത്തവ്യങ്ങളുണ്ട്. ഓക്കെ, പറഞ്ഞേ ഏതൊക്കെയാണ്? ടു പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. നമ്മുടെ കോഡ് എന്താണ്? ഐ എം എ ഫാൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ അല്ലേ? ആ വീഡിയോയിൽ പറയുന്ന കോഡാണേ, ഐ എം എ ഫാൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ. ടു പ്രൊട്ടക്ട് ദ വീക്കർ സെക്ഷൻസ് ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ്. അത് ശരിക്കും നല്ലൊരു കാര്യമല്ലേ? നമ്മുടെ നാട്ടിലുള്ള വീക്കർ സെക്ഷൻസ്, അത് എഡ്യൂക്കേഷണലി ആവാം, എക്കണോമിക്കലി ആവാം, സോഷ്യലി ആവാം, അവർക്കെതിരെ ഒരുപാട് സോഷ്യൽ ഇൻജസ്റ്റിസുകൾ നിലനിൽക്കുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? അത് ശരിക്കും എൻ്റെ കർത്തവ്യമല്ലേ? ആസ് എ സിറ്റിസൺ എൻ്റെ കർത്തവ്യമല്ലേ? അങ്ങനെ ചിന്തിക്കാൻ നിൽക്കരുത് ഇന്ത്യൻ പൊളിറ്റിയിൽ. ഇന്ത്യൻ പൊളിറ്റി കുറച്ച് കണ്ടന്റ് അറിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആഴത്തി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റ് വരുത്താം. ഈ സാധനം കറക്റ്റാണ്, പക്ഷെ അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ കറക്റ്റായിട്ടുള്ള എല്ലാം എഴുതുന്നു കഴിഞ്ഞാൽ 11 നിൽക്കില്ല. നമുക്കൊരു 1300 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിക്ക് എഴുതേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കുക, ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇത് കറക്റ്റാണ്, പക്ഷേ ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 2 പറഞ്ഞിട്ടില്ല. 2 ഇല്ലാത്ത ഓപ്ഷൻ. ഓക്കെ, 2 ഇല്ലാത്ത ഓപ്ഷൻ അതായിരിക്കും നമ്മുടെ ഉത്തരം. 2 ഇല്ല. ഉത്തരത്തിലേക്ക് എത്തി. എന്നാലും നമുക്ക് 3ലേക്ക് പോവാം. ടു ഡെവലപ്പ് ദ സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം കോഡ് കിട്ടുന്നവർ ഈ 3 ഏതാണെന്ന് പറയുക. ആർട്ടിക്കിൾ 51 ക്ലോസ് എയിൽ സബ് ക്ലോസ് ഈ സ്മോൾ ABCD വരുന്നില്ലേ, അതിലേതാണെന്ന് പറയുക. 4 ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി. വ്യക്തികളായിട്ടും ഒന്നിച്ചു നിന്നുകൊണ്ടും നമ്മൾ ഒരുമിച്ച് എത്തിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രം വേറൊരു തലത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന ജന്മഭൂമിക്കായി എന്ന് പറയുന്ന നമ്മുടെ കോഡ്. എനിക്ക് തന്നെ സന്തോഷം വരുന്നു. അതും പറയുക കേട്ടോ. ഏത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണിത്? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം അറിയാം. 2 മാത്രമാണ് ഇല്ലാത്തയുള്ളൂ. 134ലേക്ക് നമ്മളെത്തി അല്ലേ? 134ലേക്ക് എത്തി. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് തന്നിട്ടുണ്ട്. സോ ഒരു ചലഞ്ചാണ്, ഓപ്പൺ ചലഞ്ചാണ്. ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 11. ഇപ്പോൾ കറക്റ്റായി. അല്ലെങ്കിൽ പിള്ളച്ചൻ കള്ളം പറയാമെന്ന് ചോദിച്ചാൽ 11ാമത്തെ പിന്നെ ആഡ് ചെയ്തേ. ഈ സാധനം ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ പോയിട്ട് ഈ വീഡിയോ കൊള്ളില്ല, എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ശ്രമിച്ചിട്ട് വേണേൽ ചെയ്യാൻ. ഓക്കെ, പൊളിറ്റിയിൽ മാറി വരുന്ന പാറ്റേണിൽ നമ്മളെ കുറച്ചുകൂടെ ചിന്തിപ്പിക്കുന്ന, നമ്മളങ്ങനെ യൂഷ്വലി കാണാത്ത ചില സാധനങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്. അത് കിട്ടണമെങ്കിൽ സുഹൃത്തെ നമ്മൾ NCERT വായിക്കണം. NCERT 6 മുതൽ 12 വരെയുള്ള NCERTകൾ ഞാൻ ക്ലാസ്സിൽ നോട്ട് ഉണ്ടാക്കുമ്പോൾ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. റിവിഷൻ ഇങ്ങനത്തെ ചോദ്യങ്ങളും കാണാറുണ്ട്. അങ്ങനത്തെ ഒരു ചോദ്യമാണിത്. വായിച്ചേ. ഒരു ഡെമോക്രസിയുടെ, ഒരു ജനാധിപത്യത്തിൻ്റെ ഫീച്ചർ എന്തൊക്കെയാണ്? മുകളിൽ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ്? ആ 3 ഇല്ലേ, അതിൽ ജനാധിപത്യത്തിൻ്റെ ഫീച്ചർ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തത് കൺസെൻറ്റ് ഓഫ് ദ ഗവേൺഡ്. ദ ഗവേൺഡ് എന്ന് പറയുമ്പോൾ ഭരിക്കപ്പെടുന്നവർ, അത് നമ്മളല്ലേ. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെ നമുക്കറിയാം, നമ്മൾ ഇന്ത്യയെ വിളിക്കുന്നത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണ്, യാതൊരു സംശയമില്ല. 150 കോടിയിൽ പരം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ് അല്ലേ? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. എന്താ ഈ സാധനം? പറഞ്ഞേ, എന്താ ഈ സാധനം? ജനങ്ങൾ നേരിട്ടല്ല കാര്യങ്ങൾ നടത്തുന്നത്. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധികൾ അല്ലേ? ഈ സിനിമ കണ്ടിട്ടില്ല, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ. FOUR ഫോർ ദ പീപ്പിൾ അല്ല കേട്ടോ, FOR ഫോർ ദ പീപ്പിൾ. അതാണ്
ആരാണ് ആ കോട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാവുന്നവരെന്ന് പറയാം കേട്ടോ. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനങ്ങളുടെ സർക്കാർ. അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രതിനിധീകരിച്ച് പണിയെടുക്കുന്നവർ നമ്മൾ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത്, റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ. അതുകൊണ്ടാണ് ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പെർമിഷനോട് കൂടിയിട്ട്, നമ്മുടെ കൺസെൻറ്റോട് കൂടിയിട്ട് അവർ നമ്മളെ ഭരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരാൾ വന്നിട്ട് ഇനി മുതൽ ഞാനാണ് MLA എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി പണി വെക്കാൻ പറയില്ലേ, ഇല്ലേ? അപ്പോൾ ഒന്ന് കറക്റ്റാണ്. 2, പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. ഇന്ത്യക്കകത്ത് ഒരു നിയമം വരികയാണ്, ഈ ജാതിയിൽപ്പെട്ടവർക്ക് നാളെ മുതൽ 2 വോട്ട്, ഈ ജാതിയിൽപ്പെട്ടവർക്ക് വോട്ടില്ല, ഈ മതത്തിൽപ്പെട്ടവർക്ക് 3 വോട്ട്, ഈ മതത്തിൽപ്പെട്ടവർക്ക് വോട്ടില്ല. അല്ലെങ്കിൽ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ വരുവാണ്, ആണുങ്ങൾക്ക് വോട്ടില്ല പെണ്ണുങ്ങൾക്ക് വോട്ടുണ്ട്. അല്ലെങ്കിൽ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓൾറെഡി ഇപ്പോൾ 18 വയസ്സ് ലോജിക്കലി നമുക്ക് ആവശ്യമാണ്. നാളെ മുതൽ ഒരു ലോജിക്കില്ലാത്തൊരു നമ്പർ വയ്ക്കുകയാണ്. അതായത് 30നും 38നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 18 വയസ്സെന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നൊരു പ്രായം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്താം. അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ 30നും 38നും ഇടയ്ക്ക് മാത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദർ ഇസ് നോ ലോജിക്. അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 പ്രകാരം എന്താണ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന സാധനമുണ്ട്. സാർവത്രിക വോട്ടവകാശം. 18 തികഞ്ഞ ഏതൊരാൾക്കും ഇലക്ട്രൽ റോളിൽ പേരുണ്ടെങ്കിൽ ഇന്ത്യയിൽ വോട്ട് ചെയ്യാം. മനസ്സിലാക്കണം കേട്ടോ, ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പില്ലേ 1951-52 കാലഘട്ടത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അന്ന് 18 വയസ്സായിരുന്നില്ല വോട്ടവകാശം. 18 വയസ്സായിരുന്നില്ല വോട്ടിങ്ങിനുള്ള ഏജ്. എത്രയായിരുന്നു ആ തെരഞ്ഞെടുപ്പിലെ ഏജ് എന്ന് പറയുക? ഓക്കെ, ആ ഏജ് 18 ആക്കിയത് ഏത് അമെൻമെൻറ്റ് വഴിയാണെന്നും പറയുക. അപ്പോൾ ഒരുപാട് ഹോംവർക്ക് തരുന്നുണ്ട്. നമ്മുടെ PYQs ആണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, കമൻ്റായിട്ട് പറയുക കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഉണ്ട്. 18 വയസ്സെന്നും ഇലക്ട്രൽ റോളിൽ പേരെന്ന് പറയുന്നത്. അതല്ലാതെ ജാതി, മതം, ഗോത്രം, നിങ്ങളുടെ സെക്സ്, നിങ്ങൾ ജനിച്ച സ്ഥലം, ഭാഷ, ഇതൊന്നും ഒരു മാനദണ്ഡമാകുന്നില്ല. അടുത്തതാണ് 3-ാമത്തേത്, അക്കൗണ്ടബിലിറ്റി ഓഫ് ദ റൂൾഡ് ടു ദ റൂളർ. കേൾക്കുമ്പോൾ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്, ശരിയെന്ന് പറയാനായിട്ട് തോന്നും. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ റൂൾഡ് ടു ദ റൂളർ? നമ്മളെയാണ് ഭരിക്കുന്നത്, നമ്മളെ ഭരിക്കുന്ന ആളോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. അങ്ങനെയല്ലല്ലോ ചേട്ടാ. ഈ റോഡൊക്കെ പണിതിട്ടുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഗവൺമെൻറ് റോഡിലൊക്കെ ഇപ്പോൾ പുതിയൊരു സെറ്റപ്പ് ഉണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് നമ്പർ എഴുതി വയ്ക്കും, ഈ എഞ്ചിനീയറുടെ നമ്പർ നിങ്ങൾക്ക് വിളിച്ചാൽ വർക്കാവുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാലും നമുക്ക് വിളിക്കാം. അതിലൊരു കാര്യം പറയും, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. അതായത് അവർ നമ്മളോട് അക്കൗണ്ടബിൾ ആവണം. ഇന്ത്യൻ ഭരണഘടനയുടെ സുഹൃത്തെ ആർട്ടിക്കിൾ 75 ക്ലോസ് 3 ക്ലാസ്സിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഒരു ടേം പറയുന്നുണ്ട്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. എന്താണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? മലയാളത്തിൽ പറഞ്ഞാൽ കൂട്ടായി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ആരോടാണ്? ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കേന്ദ്രമന്ത്രിമാർ, ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ. ലോകസഭയോട് കൂട്ടായി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകളാണ് ലോക്സഭ MPമാർ. അപ്പോൾ ആക്ച്വലി അവർ നമ്മളോടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, നമ്മളോടാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ അവരോടല്ല. നേരെ മാറ്റി അക്കൗണ്ടബിലിറ്റി ഓഫ് ദ റൂളർ ടു ദ റൂൾഡ് എന്ന് പറഞ്ഞാൽ അതും കറക്റ്റാവും. അപ്പം 3 തെറ്റാണ്, 1ഉം 2ഉം ശരിയാണ്. 3 ഇല്ലാത്ത ഓപ്ഷൻ 1ഉം 2ഉം മാത്രമുള്ള ഓപ്ഷൻ, അങ്ങനെ 1 മാത്രമേ ഉള്ളൂ, 1 and 2 ഓൺലി. ഈ 3 തെറ്റാന്ന് ആദ്യമേ അറിഞ്ഞാൽ തന്നെ ഇത് കളയാം. ഈ കഥയൊന്നും പറയണ്ട, നേരെ ഉത്തരത്തിലേക്ക് പോകാം. വീണ്ടും പറയുന്നു, ഇതാണ് എലിമിനേഷൻ ടെക്നിക്ക്. ഇതാണ് മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ നിങ്ങളൊരു അപ്രോച്ചായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതൊന്ന് വായിച്ചേ. ഇതുകൂടെ വായിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹോംവർക്കായിട്ട് ഞാൻ 2 ചോദ്യം കൂടെ തരാം. അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് പറയണേ. ഓക്കെ. 1, എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ഈസ് വൺ വിച്ച് ഡാഷ്. ഭരണഘടന പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഗവൺമെൻറ്, ഇതാ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്. ഭരണഘടന പ്രകാരം കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ അവർ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്നവരാണ് അല്ലേ. അപ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്റാണ്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മൂല്യങ്ങളെ ലംഘിക്കാത്ത, അല്ലെങ്കിൽ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള പ്രൊവിഷൻസ് പ്രകാരം തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്ത് വന്നവരാണ്. വായിച്ചേ. സ്റ്റേറ്റ്മെൻറ്റ് 1, പ്ലേസസ് effective restrictions on individual liberty in the interest of state authority. 2, places effective restrictions on the authority of the state in the interest of individual liberty. അപ്പോൾ എന്താണോ 1-ൽ പറയുന്നത് അതിൻ്റെ നേർവിപരീതമാണ് 2-ൽ പറയുന്നത്. അതായത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ അവർ കത്തിവെക്കും. എന്തിനു വേണ്ടിയിട്ട്? രാഷ്ട്രത്തിൻ്റെ അതോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നേരെ തിരിച്ച്, രാഷ്ട്രത്തിൻ്റെ അതോറിറ്റിയിൽ അവർ കത്തിവെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വ്യക്തികളുടെ അവകാശങ്ങളെ, സ്വാതന്ത്ര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയല്ല, ഇത് തെറ്റാണെങ്കിൽ ഇത് ശരിയാണ്. അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ.
മനസ്സിലായല്ലോ, ഓപ്പോസിറ്റാണ്. എന്താ ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നമുക്ക് ഈ 2 ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. രണ്ടും ശരിയായിട്ട് ഇതൊരിക്കലും വരില്ല, രണ്ടും തെറ്റായിട്ടും വരില്ല. അപ്പോൾ തന്നെ 50% റിസ്ക് നിങ്ങൾ കളഞ്ഞു. ഇനിയുള്ളത് 50%. ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റർ റിസ്ക് എടുക്കണം. ഇനി ലോജിക്കലി നിങ്ങൾ വായിച്ചു നോക്കുക. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കത്തിവെക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഭരണഘടന അറിയോ? ആർട്ടിക്കിൾ 19 പറയുന്നു എന്താണ്? ജനങ്ങൾ പിന്നെ സർക്കാരിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ കത്തിവെക്കുക. ചിലപ്പോൾ ചെയ്യുമായിരിക്കും, ചെയ്യുന്നുണ്ട്, ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഭരണഘടനയിൽ അത് പറയുമോ? അപ്പോൾ ശരിക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് പ്ലേസസ് എഫക്റ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. രാഷ്ട്രത്തിൻ്റെ, കേന്ദ്രത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ, ബാക്കിയുള്ള ഗവൺമെൻറ്റുകളുടെ അതോറിറ്റിയിൽ അവർ റെസ്ട്രിക്ഷൻ വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായി. അതല്ലേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഏറ്റവും വലിയ ആശയം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെന്താ പറയുന്നത്? ബൾവാർക്ക് ഓഫ് ഡെമോക്രസി. ആ സാധനം സ്റ്റേറ്റിൻ്റെ അതോറിറ്റിക്ക് എതിരെ നിൽക്കുകയാണ്. അതിനൊരു നെഗറ്റീവ് നേച്ചറാന്ന് പറയും. സ്റ്റേറ്റിൻ്റെ അതോറിറ്റിക്ക് എതിരെ നിൽക്കുന്നതുകൊണ്ട് അതിന് നെഗറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞത്, അല്ലാതെ വേറെ കാരണം കൊണ്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനമാണ്, ഇങ്ങനത്തെ ഡെഫിനിഷൻസൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾ NCERT വായിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഇത് NCERT ആണേ, ഇത് NCERT ആണ്. ഇതെന്താ പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വൈ ആൻഡ് ഹൗ. ഓക്കെ, ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് 1, 2, 3, 4. ഞാൻ NCERT വായിച്ചിട്ട് ഇത് 4ഉം സ്നിപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ 6 മുതൽ NCERT 12 വരെയുള്ളത് നമുക്ക് വായിക്കാം. നിങ്ങൾ 6 തൊട്ട് വായിച്ചു തുടങ്ങിയാൽ മതി. ഓക്കെ, ഈ 4 നമുക്കൊരു മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിട്ട് തന്നൂടെ? ഈ 4 ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കി, അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടെന്ന് വായിച്ചു നോക്കി. ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ബേസിക് റൂൾസ്. അല്ലേ, സെറ്റ് ഓഫ് ബേസിക് റൂൾസ് വരുന്നൊരു സാധനമാണ് നമ്മുടെ ഭരണഘടന. 2, ടു സ്പെസിഫൈ ഹൂ ഹാസ് ദ പവർ ടു മേക്ക് ഡിസിഷൻസ് ഇൻ എ സൊസൈറ്റി. ഇന്ന റൂൾസ് ആണെന്ന് പറഞ്ഞു. ആ റൂൾസ് ആരാണ് ഫ്രെയിം ചെയ്യേണ്ടതെന്ന് പറയണ്ടേ? എല്ലാവർക്കും ചെയ്യാവുന്നതാണോ? അല്ല. അപ്പോൾ പാർലമെൻറ്റ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി, അങ്ങനെ കൃത്യമായിട്ട് പറയണം. 3, ദ തേർഡ് ഫംഗ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു സെറ്റ് സം ലിമിറ്റ്സ് ഓൺ വാട്ട് ദ ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് ഓൺ ഇറ്റ്സ് സിറ്റിസൺസ്. 1, സെറ്റ് ഓഫ് റൂൾസ്, ഒരു കോർഡിനേഷൻ വരുത്താൻ. 2, ആർക്ക് നിയമം ഉണ്ടാക്കാം. 3, ആ നിയമം ഉണ്ടാക്കുന്നവരെ എവിടെ നിർത്തണം? നിയമം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എവിടെ നിർത്തണം? ഒരു ലിമിറ്റാണ്. 4, ദ ഫോർത്ത് ഫംഗ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു എനേബിൾ ദ ഗവൺമെൻറ് ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻസ് ഓഫ് എ സൊസൈറ്റി ആൻഡ് ക്രിയേറ്റ് കണ്ടീഷൻസ് ഫോർ എ ജസ്റ്റ് സൊസൈറ്റി. എന്താ പറയുന്നത്? എനേബിൾ ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ പുറത്ത് ഫുൾ റെസ്ട്രിക്ഷൻ കൊടുക്കാൻ പറ്റുമോ? അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള അതോറിറ്റി കൂടെ കൊടുക്കണം. അതായത് ജനങ്ങൾ കൃത്യമായ രീതിയിൽ പോയില്ലെങ്കിൽ, സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോയില്ലെങ്കിൽ എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞ ചില കേസിൽ ആദ്യം പറഞ്ഞ ചോദ്യത്തിൽ പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഇത് NCERT ആണ് കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ, പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ഒരു 2 ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം, ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്നിട്ട് ഉത്തരം പറയുക കേട്ടോ. നിങ്ങൾ SSC പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ നമുക്ക് മെയ് ജൂൺ മാസത്തിൽ പരീക്ഷ ഉണ്ടാവുമല്ലോ. റഫ്ലി ഒരു 5-5.5 മാസം നമ്മുടെ കയ്യിലുണ്ട്. വൃത്തിക്കിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം ഹാർഡ് വർക്കിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ വൃത്തിക്കിരുന്ന് ഒരു ദിവസം നിങ്ങളൊരു 8-9 മണിക്കൂർ പഠിക്കണം, ഇൻക്ലൂഡിങ് ആ ക്ലാസ്സസ്. അങ്ങനെയാണെങ്കിൽ SSCയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ SSCയുടെ പുതിയൊരു ബാച്ച്, റെഗുലർ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഈ മാസം 22-നാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. 5,999 രൂപയാണ് ഈ ക്ലാസ്സുകളുടെ വില എന്ന് പറയുന്നത്. 1 വർഷം വാലിഡിറ്റി നിങ്ങൾക്കുണ്ടാകും. നമ്മളൊക്കെ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ മെത്തേഡിൽ മാറിയ പാറ്റേൺ അനുസരിച്ച് എന്തൊക്കെ നോക്കണം എന്നുള്ളത് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ കണ്ടൻറ്റ് പഠിപ്പിച്ചതിന് ശേഷം when it comes to GK ഞാൻ നിങ്ങൾക്ക് ലെവൽ 1 ലെവൽ 2 ചോദ്യങ്ങൾ കൂടെ പഠിപ്പിച്ചു തരാം. അതായത് സിമ്പിളായിട്ടുള്ള PYQസും അതിനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരുന്നു എന്നുള്ള സാധനം കൂടെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പർ, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, സിംപ്ലി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പോകാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് GK ആണ് സെറ്റാക്കേണ്ടത്, GK മാത്രം മതിയെന്നാണെങ്കിൽ നമ്മുടെ GK ബൂസ്റ്റർ ബാച്ച് ഉണ്ട്. GK ബൂസ്റ്റർ ബാച്ചിനെ പറ്റി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എഗെയിൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, GK ബൂസ്റ്റർ ബാച്ചിനെ പറ്റി ചോദിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ടായിരിക്കും GK ബൂസ്റ്റർ ബാച്ചിൽ വരിക. ഒരു പർട്ടിക്കുലർ പോർഷൻ തീരുമ്പോൾ 2, 3, 4 ക്ലാസ്സുകളിലൂടെ, ലൈവ് ക്ലാസ്സിലൂടെ നമ്മളതിൻ്റെ റിവിഷൻ നടത്തും. അപ്പോൾ GK ബൂസ്റ്റർ, GK മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് GK ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇല്ല, SSC കംപ്ലീറ്റ്ലി എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ SSCയുടെ റെഗുലർ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ CGL Tier 2 ഓൾറെഡി കഴിഞ്ഞ്
എല്ലാവരും അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, കമ്പ്യൂട്ടറിൻ്റെ പോർഷൻ വിച്ച് ഈസ് ക്വാളിഫയിങ് ഇൻ നേച്ചർ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നതൊഴികെ ബാക്കിയെല്ലാം തരക്കേടില്ലാത്ത രീതിയിലേക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 112 മുതൽ 115 വരെ ഓൺ ആവറേജ് അറ്റംപ്റ്റ് ഒരുപാട് കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ മാറിയ പാറ്റേൺ പഠിച്ചുകൊണ്ടിരിക്കരുത്. നല്ലപോലെ പഠിക്കണം, ഉഷാറായിട്ട് പഠിക്കണം. മാക്സിമം അക്കാഡമിക് സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ളൊരു ജോലിയിലേക്ക് എത്തുക. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.